ഹായ് ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കല്ലേലി അമ്പലത്തിൽ പോകുന്ന ഒരു യാത്രയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. നമ്മുടെ അല്ലുവാവയുടെ ചോറൂണായിരുന്നു കല്ലേലി അമ്പലത്തിൽ വെച്ച് കേട്ടോ. പുള്ളിക്കാരനെ നേർച്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ടാണ് പോയത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അതായത് ഞാനുണ്ടായിരുന്നു, എൻ്റെ നാത്തൂന്, ആങ്ങള, കുഞ്ഞ്, നമ്മുടെ അമ്പാടിക്കണ്ണന്, പിന്നെ ഞങ്ങളുടെ അടുത്ത റിലേറ്റീവ്സും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലെ ഇറങ്ങിയതായതുകൊണ്ട് ആരും ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് പകുതി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ കാപ്പി കുടിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. നമ്മുടെ അമ്പാടിക്കണ്ണൻ വണ്ടി കയറിയപ്പോഴേ ഭയങ്കര ഉറക്കമായിരുന്നു. അതുകൊണ്ട് അയാൾ ഇച്ചിരി ഉറക്ക ക്ഷീണത്തിൽ തന്നെ ഇരിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ കാപ്പിയൊക്കെ കുടിച്ചു. അപ്പോൾ അയാൾക്ക് വാരി കൊടുത്തപ്പോൾ അയാൾ ഉറക്ക ക്ഷീണം കൊണ്ടാണെന്ന് തോന്നുന്നു അയാൾ വലുതായിട്ടൊന്നും കഴിച്ചില്ലായിരുന്നു. 2 വായം കണ്ടേ കഴിച്ചുള്ളായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ചോറൂണുകാരനാണെങ്കിലും എല്ലാവരുമായിട്ടും നല്ല അടുത്ത് കേട്ടോ. ആരെടുത്താലും പുള്ളിക്കാരൻ പോകുന്നുണ്ടായിരുന്നു. ആൾക്ക് വലിയ നിർബന്ധമോ കരച്ചിലോ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും വണ്ടി കയറി പോകാനായിട്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അങ്ങോട്ട് പോയപ്പം 2 സൈഡും കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഫോറസ്റ്റിലോട്ട് കയറുന്നിടത്ത് അതിൻ്റെ ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറിയപ്പോഴാണെങ്കിൽ മൊത്തം തേക്കായിരുന്നു കേട്ടോ. പിന്നെ ആണെങ്കിൽ നമ്മൾ രാവിലെ ഈ വണ്ടിയിലാണെങ്കിൽ സൈഡ് സീറ്റിലിരുന്ന് മറ്റ് ഭക്തിഗാനങ്ങളൊക്കെ കേട്ട് പോകാനും നല്ല രസമുണ്ടായിരുന്നു. എന്തുവാ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു ആ യാത്ര കേട്ടോ. നല്ല യാത്രയായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അമ്പലമൊക്കെ എത്താറായി. അങ്ങനെ നമ്മൾ അമ്പലം എത്താറായപ്പോഴത്തേക്ക് 2 സൈഡിലോട്ട് വണ്ടിയൊക്കെ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ കല്ലേലി അമ്പലത്തിലെത്തി കേട്ടോ. അങ്ങനെ ഞാൻ ഈ അമ്പലത്തിൽ 3ാമത്തെ വട്ടമാണ് വരുന്നത് കേട്ടോ. കഴിഞ്ഞ വട്ടം ഹസ്ബൻഡ് ലീവിന് വന്നപ്പോൾ ഞങ്ങൾ ഫാമിലിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ദാണ്ട് ഇതാണ് നമ്മൾ ആ മേളിൽ നിന്ന് അമ്പലം ഫുള്ളേ ഉള്ള ഒരു വ്യൂ കേട്ടോ. നമ്മുടെ അച്ചൻകോവിലാറിൻ്റെ സൈഡിലായിട്ടാണ് ഈ അമ്പലം നിൽക്കുന്നത്. നമ്മുടെ ഈ അമ്പലം നല്ല പ്രകൃതിയോട് എന്ത് വേണമെങ്കിൽ നിൽക്കുന്ന കാട്ടിനുള്ളിലൊരു അമ്പലമാണ്. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ അമ്പലത്തിൽ നല്ല തണുപ്പാണ് കേട്ടോ. നമ്മൾ ചൂടറിയത്തേ ഇല്ല. അപ്പം ഞങ്ങൾ ചെന്ന സമയത്താണെങ്കിൽ പൂജയൊക്കെ നടക്കുമായിരുന്നു. അപ്പം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ചെന്നത് പിന്നെ പൂജയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ അല്ലുവാവയ്ക്ക് ചോറ് കൊടുക്കാനൊക്കെ പറ്റിയത്. അതുകൊണ്ട് കുറച്ച് താമസിച്ചായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ കുഞ്ഞിന് ചോറ് കൊടുത്തിട്ട് തൊഴാമെന്നും പറഞ്ഞ് ഞങ്ങൾ ആദ്യം തൊഴാതെ നമ്മൾ ആ പൂജയിലൊക്കെ കയറിയിട്ട് പിന്നാണ് ഞങ്ങൾ കുഞ്ഞുമായിട്ടൊക്കെ ചെന്നാണ് നമ്മൾ തൊഴുകയൊക്കെ ചെയ്തത്. അപ്പോൾ അവിടെ ആണെങ്കിൽ ഞങ്ങൾ ചെന്നപ്പോഴേ ഒരു കുരങ്ങ് നമ്മുടെ അമ്പാടിക്കണ്ണൻ്റെ അടുത്തോട്ട് ചാടി വന്നു കേട്ടോ. അയാൾ അതിൻ്റെ അവിടെ അങ്ങാണ്ട് നിൽക്കുന്നുണ്ടപ്പോൾ ഇയാൾ അടുത്തോട്ട് ചെന്നതാണ്. അങ്ങനെ നമ്മുടെ അമ്പാടിക്കണ്ണൻ പേടിച്ച് പോയി. പിന്നെ നമ്മുടെ പൂജയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ അല്ലുവാവയ്ക്ക് ചോറൊക്കെ കൊടുത്ത് നമ്മളെല്ലാവരും അതിന് നമ്മുടെ അല്ലുവാവയ്ക്ക് തൊട്ട് കൊടുത്തായിരുന്നു കേട്ടോ. നമ്മുടെ അമ്പാടിക്കണ്ണനെയും കൊണ്ടും കൊടുപ്പിച്ചു കേട്ടോ. അയാൾക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയി. അങ്ങനെ ചോറ് കൊടുപ്പൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അയാളെ ആണെങ്കിൽ നമ്മുടെ ആ അപ്പൂപ്പൻ്റെ ആണെങ്കിൽ പടിയിലൊക്കെ കൊണ്ട് നിർത്തിയായിരുന്നു. പിന്നെ ആണെങ്കിൽ തുലാഭാരം ഉണ്ടായിരുന്നു. അത് നമ്മൾ ശർക്കര വെച്ചാണ് അയാളുടെ തുലാഭാരമൊക്കെ നടത്തിയത് കേട്ടോ. അയാൾ അതിനായിട്ട് അവിടെ കിടത്തിയപ്പോഴത്തേക്ക് അയാൾ അങ്ങ് വാ തുറന്ന് എന്തൊക്കെയോ അങ്ങ് പറയുമായിരുന്നു. ആ ഊന്നൊക്കെ കേട്ടോ. പിന്നെ അങ്ങനെ തുലാഭാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അമ്പലത്തിൽ തൊഴാനായിട്ട് പോയി കേട്ടോ. അങ്ങനെ നമ്മുടെ അല്ലുവാവയും കൊണ്ടാണ് നമ്മളെല്ലാവരും തൊഴാനായിട്ട് കയറിയത്. അപ്പോഴത്തേക്കും അവിടെ ഈ കുരങ്ങന്മാരെല്ലാം കൂടെ ഒത്തിരി നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ അമ്പാടിക്കണ്ണനും അയ്യപ്പായും കൂടെ അതിൻ്റെ അടുത്തായിരുന്നു. നമ്മളിങ്ങനെ അമ്മയമ്മ നമ്മളിങ്ങോട്ട് പിടിച്ചാലും അവർ വരുന്നില്ല. അവർ ആ ഭാഗത്തോട്ട് പോകുമായിരുന്നു. അങ്ങനെ പിന്നെ അവരെ അതെല്ലാം ഒക്കെ കൊണ്ട് കാണിച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് പിന്നെ ആണെങ്കിൽ അവിടുത്തെ അർച്ചനയും വഴിപാടും ഒക്കെ നമ്മൾ നാത്തൂൻ പോയി എല്ലാം ചെയ്തായിരുന്നു കേട്ടോ. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ചരടൊക്കെ പൂജിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ ഏതാണ്ട് താമ്പോലോ എനിക്ക് അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയത്തില്ല. അതാണെങ്കിൽ ഞങ്ങളുടെ അപ്പച്ചിയുടെ മോളങ്ങളുടെ സുമയക്കാക്കയും നമ്മുടെ എൻ്റെ ആങ്ങളെയും കൂടെ അതൊക്കെ എടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ അവർ 2 പേരോട് അതൊക്കെ ചെയ്യുന്നത് പിന്നെ നമ്മളവിടെ കണ്ട്. അപ്പം ആ തിരുമേനിയാണെങ്കിൽ അതിൽ നിന്ന് തേങ്ങയൊക്കെ എടുത്തിട്ട് അവരുടെ തലയിലൊക്കെ വെച്ച് അനുഗ്രഹിക്കുകയോ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ കണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ വിശേഷപ്പെട്ട നേർച്ചയും കാര്യങ്ങളും ഒക്കെ അവിടുത്തെ ഒരു ചേട്ടൻ നമുക്ക് പറഞ്ഞൊക്കെ തന്നായിരുന്നു കേട്ടോ. പിന്നെ നാത്തൂൻ പോയി നമുക്ക് വേണ്ട അർച്ചനയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വന്നായിരുന്നു. പിന്നെ ആണെങ്കിൽ നമ്മുടെ അല്ലുവാവ ചോറുണ്ടതിൻ്റെ അവശതയാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ അങ്ങ് കിടക്കുമായിരുന്നു. നമ്മുടെ അമ്പാടിക്കണ്ണൻ ചെന്ന് അങ്ങ് ഉമ്മ കൊടുക്കുക കേട്ടോ. അയാൾക്ക് ഇപ്പോൾ എത്രാമത്തെ ഉമ്മ കൊടുത്തതാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാണുമ്പം നമ്മുടെ അമ്പാടിക്കണ്ണൻ ചെന്ന് അങ്ങ് ഉമ്മ കൊടുക്കുമായിരുന്നു കുഞ്ഞിന്. അങ്ങനെ പിന്നെ തിരക്കൊക്കെ കഴിഞ്ഞപ്പം പിന്നെ വീണ്ടും ഞാൻ അമ്പലത്തിൻ്റെ ഒരു കുഞ്ഞൊരു വീഡിയോ പോലെ എടുത്ത് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ കഞ്ഞി കുടിക്കാനായിട്ട് പോയി കേട്ടോ. അവിടെ ആണെങ്കിൽ രാവിലെ തൊട്ട് അവിടെ കഞ്ഞിയുണ്ട്. വൈകുന്നേരം വരെ എപ്പം ചെന്നാലും അവിടെ കഞ്ഞിയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കുഴിയുള്ളൊരു പാത്രത്തിലാണെങ്കിൽ ഈ കഞ്ഞിയും പയറും നാരങ്ങ അച്ചാറോടും ഒരുമിച്ചാണ് തരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളതിങ്ങനെ കലക്കി കുടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇവിടെ ആണെങ്കിൽ അരിയുടെയൊക്കെ എന്തോ സംഭാവന നൽകുന്നതും കഞ്ഞി അന്നദാനത്തിനൊക്കെ ഉള്ള അതൊക്കെ അവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് കലണ്ടറൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ആറ്റിൻ്റെ അടുത്തോട്ട് പോയി. നമ്മുടെ ഒരു മാമനാണെങ്കിൽ ആറ്റിൽ ഇറങ്ങിയായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ അമ്പാടിക്കണ്ണനും അയ്യപ്പായ്ക്കും അവിടെ ചെന്നപ്പോഴത്തേക്ക് അതിലിറങ്ങണമെന്ന് പറഞ്ഞ് പിന്നെ കിടന്ന് അങ്ങ് ബഹളമായി കേട്ടോ. പിന്നെ ആ അണ്ണൻ ഉണ്ടായതുകൊണ്ട്
പിന്നെ 2 പേരെയും പിന്നെ വെള്ളത്തിലൊക്കെ ഇറക്കി. അതുകൊണ്ട് പിന്നെ അവരെ ആ ചൂടിൻ്റെ ആ ഒരു അവശതയൊക്കെ അങ്ങ് മാറിയായിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വരാനായിട്ട് വണ്ടിയിൽ കയറി. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞാറ്റയും പൊന്നും തമ്പുരും എല്ലാം കൂടെ വണ്ടിയിൽ കിടന്ന് ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് വണ്ടിയിൽ കിടന്ന് അങ്ങ് ഉറങ്ങിയത് കേട്ടോ. പിന്നെ വീട്ടിൽ വന്നപ്പോഴാണ് പിന്നെ നമ്മൾ തെളിഞ്ഞത്. അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിൽ വന്നപ്പോഴത്തേക്കും നമ്മുടെ അമ്പാടിക്കണ്ണനും അയ്യപ്പായും ഒക്കെ അങ്ങ് ഭയങ്കര അവശതയിലായി കേട്ടോ. പുള്ളിക്കാരൻ വന്നപ്പോഴേ ഉടുപ്പൊക്കെ ഊരി അവിടെ അങ്ങ് ഭയങ്കര അവശതയായിട്ടിരിക്കുവാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.